ഇവരെല്ലാവരും കൂടെ പോലീസ് സംഘത്തെ ആക്രമിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന തമിഴ് അറിയാവുന്ന ഉദ്യോഗസ്ഥൻ വിളിച്ചു പറയുന്നു ഞങ്ങൾ പോലീസാണ്. എന്നിട്ട് ഇവർ വിടാൻ തയ്യാറായില്ല, പോലീസുകാരെ എടുത്ത് അലയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ അലക്സാണ്ടർ തങ്കച്ചൻ ഒടുവിൽ തൻ്റെ കയ്യിൽ നിന്ന് റിവോൾവർ ഉണ്ടായിരുന്നു, അയാൾ അത് പുറത്തെടുത്ത് മുകളിലേക്ക് ചൂണ്ടുകയും ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കി ഇത് കേരളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് കൂടിയ പ്രതികളാണ് ഇവർ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്വേഷണത്തോട് ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറയുകയും തൊട്ടടുത്ത നിമിഷം ഈ പോലീസുകാരെ തല്ലിക്കൊണ്ടിരുന്ന നാട്ടുകാരെല്ലാവരും കൂടി ഇയാളെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങി. ഈ അടിയിൽ കിടക്കുന്ന സന്തോഷിനെ പോലീസുകാർ പരമാവധി വട്ടം പിടിച്ചിട്ടും ഈ തമിഴന്മാരെല്ലാവരും കൂടി ഇയാളെ എടുത്തിട്ട് ഇടിച്ചു. അങ്ങനെ അവരിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷിച്ച് ഇത് സന്തോഷാണെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി സന്തോഷിനെയും രമ്യയെയും തിരികെ കൊല്ലത്തേക്ക് എത്തിച്ചു. ഇതാണ് അതിൻ്റെ പ്രകാരം അതിൻ്റെ തുടർ നടപടികൾ, നിയമ നടപടികൾ എന്താണെന്ന് അറിയില്ല. കാരണം 2010 ജനുവരി 31 നടന്നൊരു സംഭവമാണ്. അതിനുശേഷം എന്തായാലും കാഠ്മണ്ഡുവിലേക്കാണോ കോയമ്പത്തൂരിലേക്കാണോ പോയെന്ന സംശയത്തിന് അവിടെ അന്ത്യമായി. കാഠ്മണ്ഡുവിലേക്ക് പോയിരുന്നുവെങ്കിൽ ഇതിനേക്കാളും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സിനിമാക്കഥ തന്നെ കിട്ടുമായിരുന്ന ഒരു കേസാണ് ഈ കൊല്ലത്ത് പട്ടത്താനത്ത് റേച്ചൽ ലൂക്ക് എന്ന വയോധികയെ കൊലപ്പെടുത്തിയ സംഭവം.